ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ റമദാൻ 3 അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റാണ് കേട്ടോ. ഫ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് അതിൻ്റെ ശേഷം പിന്നെ നേരെ കിച്ചണിക്ക് വിട്ടു. നമ്മളെ സ്ഥിരം പരിപാടി ഒരു കോപ്പ് വെള്ളം അങ്ങ് മോന്തി ഗൈസ്. നിങ്ങൾക്ക് ഈ ഡയലോഗ് കേട്ട് ചടച്ചിട്ടുണ്ടാവില്ലേ? എന്നാലും നമുക്ക് സാരമില്ല. അങ്ങനെ പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു ബാക്കി, അത് ചൂടാക്കിയെടുത്തു. പിന്നെ ഓംലേറ്റ് പൊടിക്കണ്ടായിരുന്നു. അങ്ങനെ 2 മുട്ട എടുത്തു, അത് നമ്മൾ അങ്ങ് സൈസ് ആക്കി ഗൈസ്. അപ്പോൾ ഗൈസ് ഓംലേറ്റ് അവിടെ റെഡി ആവുന്നുണ്ട്. നമുക്ക് സഫൂനെ വിളിക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. നല്ല ചോറും കടലക്കറിയും ഓംലേറ്റും അപ്പടുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കേസ് നമ്മൾ അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിടന്നിരുന്നു കേട്ടോ. നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റു. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് കഴിക്കണം. അങ്ങനെ കേസ് പണികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ബാങ്ക് കൊടുത്തിട്ടില്ല, ലീവിച്ച് ഉറങ്ങാണ്. പിന്നെ കടികളൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടില്ല, ഇനിയും കുറേ ടൈമുകളുണ്ട്. അപ്പോൾ കാണാം. അങ്ങനെ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിക്ക് വിട്ടിട്ടോ. ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി നമ്മളങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ പിന്നെ അത് സെറ്റ് ആയതിന് ശേഷം നമ്മൾ ദോശ ചുട്ടിട്ടോ. ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, അതൊന്നും മീൻഡാക്കണ്ട. പിന്നെ ഇന്നത്തെ പൊരിക്കടി എന്ന് പറഞ്ഞാൽ മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മുടുക്ക നമ്മൾ വേവിക്കാൻ വെച്ചു. പിന്നെ അത് വന്ന് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് നമ്മളതിനെ കുട്ടപ്പനാക്കി വെച്ചു. പിന്നെ അതിലേക്കുള്ള മാവും, അതായത് മൈദയും പിന്നെ അരിപ്പൊടിയും എടുത്തുകൊണ്ട് മിക്സാക്കി വെച്ചിട്ടോ. പിന്നെ അതിലേക്കുള്ളൊരു പേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ്, എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ കിട്ടുന്നത് എന്തൊക്കെയാ വെച്ചാൽ ഉള്ളി, പച്ചമുളക്, ചപ്പ്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്. അങ്ങനെ പിന്നെ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മാവിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മാവ് സെറ്റ് ആക്കണം കേട്ടോ. പിന്നെ ഇതിൽ സോഡാപ്പൊടി ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ അതില്ല. അങ്ങനെ പിന്നെ നമ്മളെ മുട്ടകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ എണ്ണയിലിട്ടൊക്കെ വറുത്തു. ലാസ്റ്റ് അതൊരു മുട്ട ബജിയായി വന്നു. കുഴപ്പമൊന്നുമില്ലേന്ന് കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കടലക്കറി തയ്യാറാക്കിട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്നലെയും കടലക്കറി ഇല്ലേന്ന്. ഇന്നലെ വെള്ള കടലയായിരുന്നു, ഇന്ന് പച്ചക്കടലയാണ്. അങ്ങനെ പിന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഭയങ്കര തലവേദനയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്. അപ്പോൾ ഗൈസ് അങ്ങനെ ബൈ പറഞ്ഞു പോയല്ലോ, നമുക്ക് ആരും പറയണ്ടേ. അപ്പോൾ നല്ല തലവേദന ആയതുകൊണ്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വൈൻഡപ്പ് വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.